നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പം 2026 ശിവരാത്രിയിലൂടെയാണ് കടന്നു പോകുന്നത്. ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. പുരാണങ്ങളിൽ പല തരത്തിലുള്ള കഥകൾ. ത്യാഗവും ശ്രദ്ധയിലൂടെ മുന്നോട്ട് പോയാൽ ചെറുതായി ചെയ്യുന്ന കാര്യം പോലും ഉന്നതങ്ങളിലെത്തിക്കും എന്ന് ബോധിപ്പിച്ച പറഞ്ഞു തരുന്ന വേടൻ്റെ കഥ. അതുപോലെ പലാഴി മഥനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹലാഹല വിഷം, കാളകൂട വിഷം ലോകനാശത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ സേവിക്കാൻ നേരത്ത് ഉണ്ടായ ഭഗവാൻ നീലകണ്ഠനായി മാറിയ കഥയുമായി ബന്ധപ്പെട്ട അനവധി വിഷയങ്ങൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ സാധകരായിട്ടുള്ളവർ, ഒരു പരിവർത്തനത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഒരുപാട് പേര് സാധന ചെയ്യുന്ന ഒരു ദിവസവും കൂടിയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിവരാത്രിയിൽ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ ആധിപത്യമുള്ള മഹാദേവൻ്റെ ദിവസവും കൂടി ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ തിരിച്ചറിയേണ്ട ഒരു ദിവസം, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്തി തരുന്ന ഒരു ദിവസമായതിനാൽ സംഹാരതത്വം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയിച്ചു തരുന്ന മഹാദേവൻ്റെ പ്രീതിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ശിവാംശത്തെ തിരിച്ചറിയാൻ വേണ്ടി ഉള്ള ഒരു വ്രതശുദ്ധിയുടെ ദിവസമാണ് ശിവരാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും രഹസ്യമായിട്ടുള്ള, കാരണം സംഹാരത്തിൻ്റെ രഹസ്യം അറിയുക എന്ന് പറയുന്നത് വളരെ പാടുള്ളതാണ്. അതുപോലെ തന്നെയാണ് മരണത്തിൻ്റെ രഹസ്യവും. ജാതകത്തിൽ, ജ്യോതിഷത്തിൽ അഷ്ടമഭാവമാണ് ആയുസ്സിനെയും മരണത്തെയും പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അപ്പം ഇന്ന് മുതൽ അഷ്ടമഭാവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അത് ശിവരാത്രി ദിവസം തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വ്രതശുദ്ധിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ തുടങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അത് കേൾക്കാൻ കഴിയുന്ന എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് അത് സാധിക്കുന്നത് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്, സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അഷ്ടമഭാവത്തിൻ്റെ രഹസ്യം എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തിലെ അഷ്ടമഭാവം, ആയുർഭാവം, ആയുസ്, മരണം എന്നിവയാണ് ഈ ഭാവത്തിലെ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. 8ാം ഭാവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഭാവചിന്ത എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഞാൻ കൊടുത്തിരിക്കുകയും ചെയ്യാം. എന്നാൽ അതിൽ പറയാത്തതായിട്ടുള്ള, ഞാൻ കൂടുതലും ക്ലാസ്സുകളിൽ പറയുന്ന ചില സബ്ജക്റ്റുകൾ നമുക്കിന്ന് അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അഷ്ടമഭാവത്തിലും ആയുസ്സും മരണവും എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട അതിസങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾക്ക് അപ്പുറമായിട്ട് അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. ആയുസ്സിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ മരണത്തിൻ്റെ വിഷയങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മറ്റു പല കാര്യങ്ങളും അറിയണം. ദ്രേക്കാണ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അറിയണം, 22ാം ദ്രേക്കാണത്തെക്കുറിച്ച് അറിയണം. രാശിയുടെ സ്വരൂപം പോലെ തന്നെ ഓരോ ദ്രേക്കാണത്തിനും, ഓരോ നവാംശത്തിനും ഓരോ സ്വരൂപമുണ്ട്, ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സ്വരൂപമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. വളരെ വിശദമായിട്ടുള്ളൊരു പഠനം തന്നെ നടത്തിയാൽ മാത്രമാണ് ആയുസ്സും അതിൻ്റെ ഗണിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ആധുനിക കാലഘട്ടത്തിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ളതും ആഴത്തിലുള്ളതുമായിട്ടുള്ള മാറ്റങ്ങളെ ഈ ഭാവം സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ താഴെ പറയുന്നു. അതിലൊന്നാമത്തേത് ട്രാൻസ്ഫോർമേഷനാണ്. ജീവിതത്തിൽ ട്രാൻസ്ഫോം ആവണം, മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാവണം എന്നുള്ളതാണ്. ലഗ്നം ജനനമാണെങ്കിൽ, അഷ്ടമം മരണമാണെങ്കിൽ, അഷ്ടമഭാവത്തിന് വിനാശം
എന്ന് മാത്രമല്ല അർത്ഥം. കാരണം ഓരോ ഭാവത്തിലും അനവധി വിഷയങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഭാവം, പതിയായ ഗ്രഹം, അതുപോലെ തന്നെ കാരകഗ്രഹം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് എത്രത്തോളം അൺലിമിറ്റഡ് ആണ് അതിൻ്റെ നോളജ്. അതിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ്, പല ഗ്രഹങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെയായിരിക്കും, ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയായിരിക്കും, ഒരു സ്പോട്ടിൽ അത് നിന്നാൽ എങ്ങനെയായിരിക്കും, ഇന്ന രാശിയിൽ നിന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്, അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് നിങ്ങൾ പഠിച്ചെടുത്താൽ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുന്നു, നിങ്ങൾക്ക് അത്രത്തോളം ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലേക്കാണ് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അഷ്ടമം എന്ന് പറയുന്നത് വിനാശം എന്ന് പറയുന്ന കാര്യം മാത്രമല്ല ഉള്ളത്, ഒരാളുടെ പരിവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ജീവിതത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ചില പ്രവർത്തികൾ ഒരാളെ മാറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഗൃഹസ്ഥരാണല്ലോ നമ്മളൊക്കെ, അങ്ങനെ ചിന്തിക്കാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു ജോലി നഷ്ടം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു പറിച്ചു നടൽ, ഒരു സ്ഥലത്തു നിന്നും പുറത്തൊരു സ്ഥലത്തേക്കുള്ള ഒരു പറിച്ചു നടൽ, ഒരലച്ചിൽ, അല്ലെങ്കിൽ കരിയറിൽ ഉണ്ടാവുന്ന വലിയ മാറ്റങ്ങൾ, അതുപോലെ തന്നെ തകർച്ചയിൽ നിന്നും, ഈ ആൾക്കാർ ആലങ്കാരികമായിട്ട് പറയുന്ന പോലെ തകർച്ചയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ 8th ഹൗസാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ പരാജയങ്ങൾ, തിരിച്ചടികൾ, അതിൽ നിന്നുണ്ടാവുന്ന തിരിച്ചറിവുകൾ, ഇതെല്ലാം തന്നെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങൾക്കും പരിവർത്തനത്തിനും നമുക്ക് നമ്മളെ ഉൾക്കൊള്ളാനും കാരണമാവും. ഇപ്പം എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് പല വിഷയങ്ങളും നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ എൻ്റേത്, എനിക്കുള്ളത്, ഞാൻ എന്ന് പറയുന്ന ഈഗോ സെൻട്രിക്കായിട്ടായിരിക്കും അത് നമ്മൾ കേൾക്കുന്നത്. നമ്മളൊരാൾ ഉപദേശിച്ചാൽ പോലും ഞാൻ, എൻ്റേത്, എനിക്ക് ഉള്ളത് എന്നുള്ള വികാരത്തിലായിരിക്കും പലപ്പോഴും അത് കേൾക്കുന്നത്. അപ്പോൾ ഒരു തിരിച്ചറിവ് വരില്ല. കാരണം നമ്മളെ കാട്ടിലും കൂടുതൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാൾ നമ്മുടെ അടുത്തൊരു വിഷയം പറയുമ്പം നമ്മൾക്കത് മാറ്റമുണ്ടാക്കണമെങ്കിൽ ആദ്യം അത് നന്നായിട്ട് കേൾക്കണം. പലപ്പോഴും കേൾക്കാത്തതും അതിനെ കേൾക്കുന്നതിന് മുമ്പ് പുച്ഛിച്ച് തള്ളുന്നതും പ്രതികരിക്കുന്നതും വാസ്തവത്തിൽ എൻ്റേത്, എനിക്ക്, ഞാൻ എന്നുള്ള തലത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നുണ്ട്. അമ്പട ഞാനേ എന്നുള്ളൊരവസ്ഥയിലിരിക്കുന്നുണ്ടാണ്, ഞാനടക്കം, എന്നെ കൂടെ ചേർത്താണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമുക്കൊരു പരിവർത്തനം വരണമെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജീവിതാനുഭവങ്ങൾ വരണം, ജീവിതത്തിൽ തിരിച്ചറിവുകൾ വരണം. അത് ചിലപ്പോൾ പല വഴികളിലൂടെ ആയിരിക്കും വരുന്നത്. അതിൽ വേദനാജനകമായിട്ടുള്ള വഴികളിലൂടെ വരുന്ന ബ്രേക്ക്, മുടക്കം, ഇവയെല്ലാം അഷ്ടമഭാവം കൊണ്ടുവരുന്നതാണ്. അഷ്ടമഭാവം ഉണ്ടാക്കുന്ന വിഷമങ്ങളാണ് ജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷന് ഒരു പരിധിവരെ കാരണമാകുന്നത്. ചില കാര്യങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 5ാം ഭാവം പ്രണയഭാവമാണ്, സന്താനഭാവമാണ്. ചില ആൾക്കാർ മക്കളുണ്ടായി കഴിഞ്ഞ ശേഷം വല്ലാതെ ചേഞ്ചാവും. ചില ആൾക്കാർ നല്ലൊരു പ്രണയത്തിൽ പെട്ട് കഴിയുമ്പം, അല്ലെങ്കിൽ പ്രണയം അനുഭവിച്ചു തുടങ്ങുമ്പോൾ വല്ലാണ്ട് ചേഞ്ചാവും. 10ാം ഭാവം ചിലപ്പോൾ നല്ല ജോലി കിട്ടിക്കഴിയുമ്പോൾ ചിലവർ നന്നായിട്ട് ചേഞ്ചാവും. അഷ്ടമഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഈഗോയെ 5, 6, 7, 8, 5ൻ്റെ കംഫോർട്ട് സ്ഥാനമാണത്. മനസ്സിൻ്റെ സമാധാനത്തിൻ്റെ, പ്രജ്ഞാമേധ, വിവേകശക്തിയുടെയൊക്കെ ഒരു സ്ഥാനമാണത്. പ്രണയപരാജയത്തിൻ്റെ സ്ഥാനമാണ് 8. അപ്പോൾ ആ ഒരു ബ്രേക്ക്, ഒരു തടസ്സം, ഒരു മുടക്കം ഉണ്ടാക്കി കഴിയുമ്പം ഒരു വീഴ്ച ഉണ്ടാവും. ആ വീഴ്ചയിൽ നിന്നും ആ വ്യക്തി തൻ്റെ മാറ്റങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ജീവിതാനുഭവങ്ങളെയും അംഗീകരിക്കുകയും അതോടൊപ്പം അതിനനുസരിച്ച് മാറാൻ തയ്യാറാവുകയും ചെയ്യും. സോ 8ാം ഭാവത്തിലെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ, ഈ ജീവിതത്തിൽ, ജീവിത നിരപേക്ഷമായ ഒരു ജ്യോതിഷം, അല്ലെങ്കിൽ ജീവിത നിരപേക്ഷമായിട്ടുള്ളൊരു ആധ്യാത്മിക ബന്ധമുള്ള ഒരു വേദിക് അസ്ട്രോളജി, അല്ലെ സ്പിരിച്വൽ അസ്ട്രോളജി എന്ന് പറയുന്ന സാധനം ജീവിത നിരപേക്ഷമായാൽ പിന്നെ വേണ്ട. ഇപ്പം നമ്മളിവിടെ നോക്കുന്നത് ഋഷിമാർ പറഞ്ഞതുമല്ലത്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ പരിവർത്തനത്തിന് കാരണമാകുന്ന അനവധി വിഷയങ്ങളെ സൂചിപ്പിക്കുന്നത് 8ാം ഭാവമാണ് എന്നുള്ളതാണ്. അടുത്തത് അഷ്ടമഭാവത്തിൻ്റെ ഒരു രസമുള്ള ഒരു ഭാഗമാണ്. ഭൗതികപരമായിട്ടുള്ള കണ്ണിലൂടെ നിശ്ചയിച്ചാൽ മറ്റുള്ളവരുടെ ധനം നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് അഷ്ടമഭാവം കൊണ്ടാണ്
പറയുന്നത്. നമ്മൾ അധ്വാനിച്ച് നേടുന്ന ധനത്തിന് അപ്പുറമായി നമ്മൾ അധ്വാനിക്കാതെ തന്നെ ചില കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ധനം അഷ്ടമഭാവം കൊണ്ടാണ് പറയുന്നത്. ഉദാഹരണത്തിനായിട്ട് ഇൻഷുറൻസ് റിട്ടേൺസ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ, ടാക്സ് റിട്ടേൺസ്, ബാങ്ക് ലോണുകൾ, കടമായിട്ട് കിട്ടുന്ന ധനങ്ങൾ, പാരമ്പര്യ സ്വത്തുക്കൾ, സ്റ്റോക്ക് മാർക്കറ്റ് വഴി കിട്ടുന്ന ലാഭങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പം വലിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി പോലുള്ള നിന്നും കിട്ടുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭങ്ങളും നഷ്ടങ്ങളും, ഇൻഷുറൻസ് ക്ലെയിം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ കൊണ്ടുണ്ടാകുന്ന ടാക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നഷ്ടങ്ങൾ, ബാങ്ക് ലോണുകൾ, കടങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭനഷ്ടങ്ങളെല്ലാം തന്നെ 8ാം ഭാവം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് 8th ഹൗസിൻ്റെ ഒരു മൂന്നാമത്തെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡീപ്പ് റിസർച്ച് ആൻഡ് ഒക്കൾട്ടാണ്. നിഗൂഢ വിദ്യകളും ഗവേഷണങ്ങളും ഡാറ്റ സയൻസും, അല്ലെങ്കിൽ സൈബർ സുരക്ഷ എന്നൊക്കെ പറയുന്ന സൈബർ സെക്യൂരിറ്റി വിഷയങ്ങളിലുള്ള പഠനങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ കണ്ടെത്തുന്നത് 8ാം ഭാവമാണല്ലോ, രഹസ്യങ്ങൾ എന്ന് പറയാം. അപ്പം അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസം, അതായത് അന്വേഷണം, സത്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന രീതികൾ, R&D ഗവേഷണങ്ങൾ, അതായത് കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കാനുള്ള കഴിവ്, അന്വേഷണ ബുദ്ധി, രഹസ്യങ്ങളെ അറിയാനുള്ള കാര്യങ്ങൾ. തന്ത്രശാസ്ത്രത്തിൽ മാന്ത്രിക വിഷയങ്ങളെക്കുറിച്ചും അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും മന്ത്രവിഷയങ്ങളുടെ ഉള്ളറകളെക്കുറിച്ചും ഇതിൻ്റെ രീതികളെക്കുറിച്ചുമൊക്കെ അറിയാനുള്ള ആഗ്രഹം. മാജിക് പോലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ പഠിക്കുമ്പം അതിൻ്റെ രഹസ്യങ്ങൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ത്വര, ഇതെല്ലാം തന്നെ നിഗൂഢ വിദ്യകളും ഗവേഷണങ്ങളെക്കുറിച്ചുമുള്ള ഈ അഷ്ടമഭാവത്തിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ രഹസ്യ ഉപാസന, രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രഹസ്യമായിട്ടുള്ള ഉപാസന കൊണ്ടുള്ള ശക്തികൾ, സിദ്ധികൾ, മറ്റാരുടെ മുന്നിൽ പ്രകടിപ്പിക്കാത്ത നമ്മുടെ രഹസ്യമായിട്ടുള്ള ക്യാരക്ടറുകൾ, ഇതെല്ലാം തന്നെ അഷ്ടമഭാവമാണ്. 4ാമത് എനിക്ക് പറയാനുള്ളത് സൈക്കോളജിക്കൽ, അതുപോലെ തന്നെ ഹീലിംഗ് ആണ്, മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ്. മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡാണ് 5th ഹൗസ്. അതിൻ്റെ കംഫോർട്ടാണ് ശരിക്കും പറഞ്ഞ 8th ഹൗസ് എന്ന് പറയുന്നത്. അതായത് 5ൻ്റെ 4ാം ഭാവമാണ്. ഭാവാൽ ഭാവചിന്തയിൽ 5 മുതൽ എണ്ണിയാൽ 5, 6, 7, 8. അപ്പം 5ൻ്റെ കംഫോർട്ട് പ്ലേസാണ്. അപ്പം മനസ്സിന് ഏറ്റവും ആഴത്തിലുള്ള തലങ്ങളെ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കംഫോർട്ടും ഡിസ്കംഫോർട്ടും. അപ്പം അഷ്ടമഭാവം എന്ന് പറയുന്നത് ട്രോമാസാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ട്രോമകളെയും. അഷ്ടമഭാവം എന്ന് പറയുന്നത് ഡെപ്റ്റാണ്, പാസ്റ്റ് ലൈഫ് ഡെപ്റ്റാണ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ലൈഫിൻ്റെ ബർത്ത് പോയിൻറ്റുമാണ്. അപ്പം മുടക്കം എന്നുള്ളത് തന്നെയാണ്. അപ്പം അഷ്ടമഭാവത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അഷ്ടമഭാവം ഏത് ഭാവവുമായി ബന്ധപ്പെടുന്നു ആ ഭാവത്തിന് ആ ജന്മത്തിൽ തന്നെ നിരവധി വരണങ്ങളും ജനനങ്ങളും എന്നാണ്. അത് മനസ്സുകൊണ്ട് പറയാം. ഒരാൾ ഒരു ലൈഫിൽ തന്നെ പല ആവർത്തി ജനിക്കുകയും മരിക്കുകയും മരണതുല്യമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകും, പിന്നെ ഉയർത്തെഴുന്നേൽക്കും. അതേ പാറ്റേണിൽ തന്നെ പുതിയ അനുഭവങ്ങൾ വരും, ആൾ മാറും, സ്ഥലം മാറും, ബട്ട് വിഷമങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും. ഇതാണ് അഷ്ടമഭാവത്തിന്. അപ്പോൾ അഷ്ടമത്തിലേക്ക് 7ാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി, 5ാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി, ശുക്രൻ അഷ്ടമത്തിൽ പോയി, ശുക്രൻ അഷ്ടമാധിപനുമായിട്ട് യോഗം വന്നു, 2ാം ഭാവാധിപൻ അഷ്ടമാധിപനുമായിട്ട് യോഗം വന്നു എന്നൊക്കെ പറയുമ്പം ആലോചിച്ചുകൊള്ളുക, ആ ഭാവം എന്താണോ പറയുന്നത്, ആ ഗ്രഹം എന്താണോ പറയുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങൾ, സങ്കടങ്ങൾ, മുടക്കങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള സുകൃതങ്ങളും ദുഷ്കൃതങ്ങളും നല്ലതും ചീത്തയുമായിട്ട് ഉള്ളത് അനുഭവിക്കാനുള്ളത് വരും എന്നുള്ളതാണ്. ഈ 8ാം ഭാവത്തിന് നന്നായിട്ട് ബലമുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ മാന്ത്രിക ക്രിയകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. സൽമന്ത്രവാദം, മന്ത്രവാദം 2 തരത്തിലാണ്, ദുർമന്ത്രവാദവും സൽമന്ത്രവാദവും. നല്ല ദേവതകളെ, അതായത് എനർജി എന്ന് പറഞ്ഞാൽ സെൽ എനർജിയെ, പോസിറ്റീവായിട്ടുള്ള
ക്രിയകൾ ചെയ്ത് മറ്റുള്ളവരെ രക്ഷിക്കുന്ന രീതിയിലുള്ള പൂജകൾ ചെയ്യാനും അതിൻ്റെ രഹസ്യവിദ്യകളൊക്കെ അറിയാൻ അഷ്ടമഭാവത്തിൻ്റെ ബലം നന്നായി വേണം എന്നുള്ളതാണ്. രാഹുവും സഹായിക്കണം അതിന്. നിഗൂഢതകളെ തിരിച്ചറിയാനും അത് പുറത്ത് കൊണ്ടുവന്ന് കാലദേശങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയാനുമൊക്കെ രാഹു സഹായിക്കണം. അതുപോലെ തന്നെ അഷ്ടമത്തിൽ രാഹു അല്ലെങ്കിൽ അഷ്ടമാധിപനുമായിട്ട് രാഹുവിൻ്റെ ബന്ധം വരുമ്പോഴാണ് വളരെ മോശമായി പോകുന്നത്. ഇപ്പം പ്രണയം, വിവാഹം, പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു മോശമായ കാര്യമൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ നാശത്തിന് കാരണമാവുകയാണെങ്കിൽ അത് മോശമാണ്. അപ്പം നമ്മുടെ ശരിക്കുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഭാഗ്യങ്ങളിൽ നിന്നും നമ്മളെ മുറിക്കുന്ന, ബ്രേക്ക് ചെയ്യിക്കുന്ന ഫാൻറ്റസികളിലേക്കും നിഗൂഢതകളിലേക്കുമൊക്കെ അഷ്ടമം കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്കത് പറയാനുള്ളത്. അപ്പം ട്രോമകൾ അഷ്ടമഭാവമാണ്. പൂർവ്വജന്മത്തിൽ അഷ്ടമത്തിൽ അനവധി ഗ്രഹങ്ങളുണ്ടെങ്കിൽ പൂർവ്വജന്മത്തിലെ അനവധി ട്രോമകൾ ഈ ജന്മം തിരിച്ചറിയണം എന്നുള്ളതും ആ ഗ്രഹങ്ങളുടെ കാരകത്വവും ആ ഭാവത്തിൻ്റെ കാരകത്വവും അനുസരിച്ച് അനവധി വിഷയങ്ങളിലേക്ക് നിങ്ങൾക്ക് അന്വേഷണം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സൈക്കോതെറാപ്പി അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയുന്നത്, അസ്ട്രോളജി, അതുപോലെ തന്നെ മാന്ത്രിക വിഷയങ്ങൾ, ഇതിനെല്ലാം അഷ്ടമഭാവം, ആ ഒരു ഹീലിംഗ് സൈക്കോളജിസ്റ്റുകൾ, അതുപോലെ തന്നെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഡോക്ടർമാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മെൻറ്റേഴ്സ്, ഇതെല്ലാം 8ൻ്റെ ബലവും കൂടി വേണം എന്നുള്ളതാണ്. അപ്പോൾ രഹസ്യങ്ങളും മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും സൈക്കോളജി ആൻഡ് ഹീലിങ്ങും എല്ലാം 8ആണ്. ഇനി അടുത്തത് അഷ്ടമഭാവത്തെക്കുറിച്ചുള്ള അടുത്തൊരു പോയിൻ്റ്, 5th പോയിൻ്റ് എന്ന് പറയുന്നത് പ്രൈവസി ആൻഡ് സ്കാൻഡൽസ് ആണ്. ഇത് ഒരു അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഇപ്പോൾ രഹസ്യങ്ങളും സോഷ്യൽ മീഡിയകളും തരുന്ന പല കാര്യങ്ങൾ ഈ അടുത്ത കുറച്ച് കാലമായിട്ടല്ലേ സോഷ്യൽ മീഡിയ ഉണ്ടായിട്ടുള്ളത്. അപ്പം അപവാദങ്ങൾ കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പം രഹസ്യഭാവമായതിനാൽ സോഷ്യൽ മീഡിയ സ്കാൻഡലുകൾ, ഡാറ്റ ചോർച്ചകൾ, വ്യക്തിജീവിതത്തിലെ രഹസ്യങ്ങൾ പുറത്താക്കുന്നത് പുറത്താവുന്നത്, സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധങ്ങൾ വന്നിട്ട് വ്യക്തിജീവിതത്തിലെ രഹസ്യങ്ങൾ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും കമ്മ്യൂണിക്കേഷൻ വഴിയുമുള്ള രഹസ്യമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ അഷ്ടമവുമായിട്ട് ബന്ധം വരും. 8ഉം 3ഉം ആയിട്ട് ബന്ധം വരുമ്പോഴാണ്, 8ാം ഭാവവും 3ാം ഭാവവുമായിട്ട് ബന്ധം വരുമ്പോഴാണ് ചാറ്റിങ് വഴിയുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, മീഡിയ വഴിയുള്ള സെക്ഷൽ റിലേഷൻഷിപ്സ്, ഫാൻറ്റസികൾ, രഹസ്യ ബന്ധങ്ങൾ, അതായത് അഡിക്ഷൻ, ഈ പോൺ അഡിക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വളരെ രഹസ്യമായിട്ടായിരിക്കും. ആൾക്കാരൊന്നും പുറത്ത് പറയാറില്ല ആരോടും, നമ്മുടെ ഉള്ളിലിരിക്കുന്നവരായിരിക്കും. ഈ അടുത്ത സമയത്ത് ഒരു മീഡിയയിലൊരു ആളുടെ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇത് പറയുന്നുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരും കാണും, പക്ഷേ ഇതാരെങ്കിലും കാണുന്നതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷെ അതിന് അഡിക്റ്റ് ആവുന്നത് ഒക്കെ ജീവിതത്തെ ഒരുപാട് തകർക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ, ഫാൻറ്റസികൾ ഒക്കെ 8ഉമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അഷ്ടമഭാവം ഒരുപാട് അപകടങ്ങളും നിറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. കാരണം 3, 8, 3ൽ നിന്നും 6ാമത്തെ ഭാവവും 8ൽ നിന്ന് 3ലേക്ക് 8ാമത്തെ ഭാവമാണ്. അപ്പോൾ 6, 8 എന്ന് പറയുന്നത് ഷഷ്ടാഷ്ടമമാണ്. അപ്പം എന്ന് പറയുന്നത് അത് ദുഃഖം ഉണ്ടാക്കും. അതൊരു സ്ഥിരതയുള്ള ബന്ധമായിരിക്കില്ല എന്നുള്ളതാണ്. അതൊരു കുറച്ച് കാലത്തേക്ക് മാത്രമുള്ള, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഫോൺ വഴിയുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രൈവസി ആൻഡ് സ്കാൻഡൽസ്, രഹസ്യങ്ങൾ ഭാവമായതിനാൽ 8ഉം 3ഉമായിട്ടുള്ള ബന്ധങ്ങൾ, 8ഉം 3ഉം ഭാവങ്ങളുടെ കണക്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത് അതിനൊന്നും വലിയ സ്ഥിരതയൊന്നുമില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ പോകും. അപ്പോൾ ചോദിക്കും ബാക്കി എല്ലാത്തിനും അങ്ങനെ സ്ഥിരതയുണ്ടോ എന്ന്. അങ്ങനെയല്ല. 2 ദിവസം മുമ്പ് ഒരു പെൺകുട്ടി കൊറിയയിലുള്ള ആരുമായോ ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി, അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. ലാസ്റ്റ് അതൊരു ഫേക്ക് അക്കൗണ്ടായിട്ട് മാറുന്നോ. എൻ്റെ സുഹൃത്ത് പറഞ്ഞാണ് അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഞാൻ അധികം ഇത് സോഷ്യൽ മീഡിയാസ് ഒന്നും അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം എന്തോ ഒരു ആത്മഹത്യയോ അങ്ങനെ എന്തോ സംഭവിക്കുകയോ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് വന്നപ്പോൾ ഞാനത് ആലോചിക്കുകയും ചെയ്തു. 8ാം ഭാവത്തിൻ്റെ കാര്യമാണല്ലോ ഇതെന്ന്. 8ാം ഭാവവും രാഹുവും 3ാം ഭാവവും കൂടെ കണക്ഷൻ വരുമ്പോഴാണ് ഈ ബന്ധം വരുന്നത്. അപ്പം ഞാനത് അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. അപ്പം ചുരുക്കത്തിൽ കുറേ കാര്യങ്ങൾ ഈ ആധുനിക കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, കാരണം ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ
നിങ്ങൾ കാണാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു സൊല്യൂഷനായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ഏരിയകളൊക്കെ അവരുടെ ജീവിതവുമായി ചേർന്ന് കിടക്കുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ വിഷയങ്ങളും കൂടി 8-ാം ഭാവമായിട്ട് ഘടിപ്പിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പരമ്പരാഗതമായിട്ട് 8-ാം ഭാവത്തെ ദോഷഭാവമായിട്ട് കാണുന്നുണ്ട് എങ്കിലും ആധുനിക ജീവിതത്തിൽ ഇത് എനർജി ഓഫ് ചേഞ്ച്, മാറ്റത്തിൻ്റെ ഊർജമായിട്ട് ആണ് കാണുന്നത്. ഒരു വ്യക്തി തൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ആ പ്രതിസന്ധികളിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ആ വ്യക്തി എങ്ങനെ അതിജീവിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ സൂചന 8th ഹൗസാണ് തരുന്നത്. അപ്പം ഒരു ജാതക ചിന്തയിൽ അഷ്ടമഭാവത്തെ ആയുസ്സും ഗണിതവുമായിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പം നിങ്ങളടുത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം പ്രൈവസി ആൻഡ് സ്കാൻഡൽസ്, സൈക്കോളജി ആൻഡ് ഹീലിംഗ്, അതുപോലെ തന്നെ ഡീപ്പ് റിസർച്ച് ആൻഡ് ഒക്കൾട്ട്, അതുപോലെ തന്നെ ക്ലെയിമുകൾ, ഡെപ്റ്റുകൾ, ബാങ്ക് ഡെപ്റ്റുകൾ, അതുപോലെ തന്നെ ടാക്സ് റിട്ടേൺസ്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, പാരമ്പര്യ സ്വത്ത്, ഓഹരി വിപണി, ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ കേൾക്കാം, നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ എല്ലാം ഈ ഭാവം ആലോചിച്ചോണം. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം അതിന് ഞാൻ ഒന്നാമത് പറഞ്ഞത് തന്നെയാണ് ട്രാൻസ്ഫോർമേഷനാണ് ഒരു വ്യക്തിയെ ആ വ്യക്തിയാക്കി മാറ്റുന്നത്, അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അയാൾ ക്ലാസി ആവുന്നത്, ക്വാളിറ്റി ഉള്ളതാവുന്നത് ജീവിതാനുഭവങ്ങളിലൂടെയാണ്. മനുഷ്യനാണ് ആത്യന്തികമായ തലത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയും നമുക്ക് കിട്ടുന്ന അറിവുകളും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അനുഭവം കൊണ്ട് തിരിച്ചറിയേണ്ടതാണ് എന്നുള്ളത് അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞ അനവധി വ്യക്തികൾ പല തവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളും ജ്യോതിഷവും അല്ലെങ്കിൽ എന്ത് വിഷയങ്ങളും പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് അനുഭവമാക്കി തീർക്കുക എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന വ്യക്തികളെ അവർക്കൊരു ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ മഹാദേവൻ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.